പ്രൈസ് ലോർഡ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രികാലം ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം തന്നെ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു നല്ല സമയം, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം തന്നെ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ദൈവം നല്ല ദൈവമാണ്, ഒരു സംശയമില്ല. നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അവനൊന്ന് ചിന്തിച്ചാൽ മതി. പ്രൈസ് ലോർഡ്. അതെല്ലാം ഞങ്ങളുടെ കർത്താവ് മാറ്റിത്തരും, ഒരാശ്വാസം പകരും. യെസ്, നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ കല്ലറയുടെ വാതിൽ തുറന്നിരിക്കും. ഹല്ലേലൂയ. ഞാൻ അവനോട് കൂടെ ക്രൂശിലുണ്ടെങ്കിൽ സ്തോത്രം, ഞാൻ അവനെ ക്രൂശിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, ക്രൂശി തുടരുവാണെങ്കിൽ പ്രൈസ് ലോർഡ്, ആമേൻ, സ്തോത്രം. ഞങ്ങൾ ഏറ്റു പറഞ്ഞാൽ പരദീസയിലിരിക്കുന്ന രാത്രിയായിരിക്കുമെന്ന്. സ്തോത്രം. അത് വിശ്വസിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ 2 ദിവസം മുമ്പേ ഒരു മെസ്സേജ് കേട്ടു. ആ മെസ്സേജ് ഒരു പാസ്റ്റർ പ്രസംഗിച്ചു. മറ്റൊരു പാസ്റ്റർ അതിൻ്റെ അകത്തെ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമായിരുന്നു. വേറെ ഒരു പാസ്റ്റർ, ആ പാസ്റ്റർ 15 വർഷം മുമ്പേ ഒരു കാര്യം പറഞ്ഞു, ഇപ്പം പ്രസംഗിച്ചപ്പം വേറെ ഒരു കാര്യം പറഞ്ഞു. അതിനെക്കുറിച്ച് വേറെ ഒരു പാസ്റ്റർ എന്നെ പറയാറുണ്ട്. എനിക്ക് പ്രയാസമൊന്നുമില്ല, അത് വഴിക്കോട്ടെ, അത് പോട്ടെ. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച കാര്യം, ദൈവമക്കളായ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. പല വിഷയങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഡിസീവായി പോകരുത്. നമ്മൾ സൂക്ഷിക്കണം, നമ്മളെ തന്നെ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്നത്? ദൈവവചനത്തിൽ കൂടെ. വലിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് ബൈബിൾ വിഷയത്തിൽ. പക്ഷേ പ്രത്യേക വിശ്വാസി, ഓരോ വിശ്വാസി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കേൾക്കുമ്പോൾ അത് കേൾക്കുക, പിന്നെ ദൈവത്തോടെ കൂടെ ആ വചനത്തിൽ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. അതേപടി വിശ്വസിക്കാതെ സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിൻ കൊണ്ട് അത് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ജീവിതം കഴിക്കുവാൻ, ക്രൂശ് എടുക്കുവാൻ, കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ, ഫോളോ ചെയ്യുവാൻ, അത് നമുക്ക് നന്മയായിത്തീരും, അനുഗ്രഹമായിത്തീരും. അതങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ അത് ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള കാര്യമായിരിക്കും. നമ്മളത് വിശ്വസിക്കണം, നമ്മളത് ചെയ്തേ പറ്റൂ. ക്യോങ്കി പല സ്ഥലത്തുനിന്ന് പല വ്യാഖ്യാനങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വരുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം മാത്രം വിശ്വസിക്കണം, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, ആമേൻ, ഓരോ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ കരുതി ഈ വചനത്തിലേക്ക് കൊണ്ടുവന്നത്. നമ്മളതിൽ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ കൂടെ നടക്കണം, ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ ഫോളോ ചെയ്യണം, ക്രിസ്തുവിൻ്റെ മാർഗത്തെ ഫോളോ ചെയ്യണം. ക്രിസ്തുവിനാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ദൈവം മഹത്വപ്പെടണം. വേറെ ഒന്നും നമുക്ക് ചെയ്യണ്ട. നമ്മുടെ ഓട്ടം നമ്മൾ നല്ല സ്ഥിരതയോടെ ഓടി നമുക്ക് ബിരുദ പ്രാപിക്കണം, ജയം പ്രാപിക്കണം. ആമേൻ. 2 പത്രോസിൻ്റെ 2-ാം ലേഖനം അത് വായിക്കുക. ഞാൻ കളി ഇത് മാത്രം പറഞ്ഞു പോകും. 2 പീറ്റർ അതിൻ്റെ 2-ാം വാക്യം, 2-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായം വായിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായമാണെന്ന് തോന്നുന്നു. 13-ാം അധ്യായം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, വാച്ച് ഔട്ട് ദാറ്റ് നോ വൺ ഡിസീവ്സ് യു. പ്രൈസ് ലോർഡ്. പിന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 12-ാം അധ്യായം, അതിൻ്റെ 15-ാം വാക്യം, he then told watch out. പ്രൈസ് ലോർഡ്. സൂക്ഷിക്കേണ്ട അത്യാവശ്യമാണ്.
ദൈവത്തിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ വചനത്തിൽ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിച്ച് നമ്മുടെ ഓട്ടം വിശ്വസ്തയോടെ ഓടി ബിരുദം പ്രാപിക്കണം, കിരീടം പ്രാപിക്കണം. നമ്മുടെ യേശുവിനെ കാണാം. യേശു വരാറായി. നമുക്ക് യേശുവിനായി കാര്യങ്ങൾ ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.